അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചത്. മറ്റ് 2 കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചു. 2018 ഫെബ്രുവരി 11 കേസിനാസ്പദമായ സംഭവം. പ്രതി ബാബു സഹോദരനായ ശിവനെ, ഭാര്യ വത്സല, മകൾ സ്മിത എന്നിവരെ കൊലപ്പെടുത്തുകയായിരുന്നു. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചത് 33 വയസ്സുള്ള സ്മിതയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ്. സ്മിതയുടെ ശരീരത്തിൽ 35 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. കൊച്ചിയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി കെ സോമനാണ് ബാബുവിന് വധശിക്ഷ വിധിച്ചത്. മറ്റ് 2 കൊലപാതകങ്ങളിൽ ഇരട്ട ജീവപര്യന്തം തടവും വിധിച്ചു. 2018 ഫെബ്രുവരി 11 അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരിൽ സമൂഹത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകം നടക്കുന്നത്. ബാബുവിന്റെ സഹോദരനായ ശിവന്റെ ഭാര്യ വത്സല, മകൾ സ്മിത എന്നിവരെയാണ് പ്രതി ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത്. ആക്രമണം തടയാൻ ശ്രമിച്ച സ്മിതയുടെ ഇരട്ടക്കുട്ടികളായ അശ്വിൻ, അപർണ എന്നിവരെയും ബാബു വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം കൊരട്ടിയിലെ ക്ഷേത്രക്കുളത്തിൽ സ്കൂട്ടറുമായി ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. കേസിൽ പ്രതി ബാബു കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പ്രതി ബാബു സഹോദരനെയും കുടുംബത്തെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ബാബു മറ്റൊരു സഹോദരന്റെ ഭാര്യയായ സേതുലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.